ധൃതി പിടിച്ചിട്ട് എന്ത് ചെയ്താലും അത് കൊളായിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ് ഗൈസ് ഇവിടെ. അപ്പോൾ ഞാൻ തിരക്ക് പിടിച്ചിട്ട് ഒരു ട്യൂട്ടർ കേക്ക് ചെയ്യാൻ കേട്ടോ, ഒരു എൻഗേജ്മെന്റിന്റെ കേക്കാണ്. തിരക്ക് പിടിച്ചതിന്റെ ഫലമായിട്ട് ഇതാ നമ്മൾ ഫിനിഷിംഗ് കഴിഞ്ഞത് നേരെ കളർ അപ്ലൈ ചെയ്യാൻ കേട്ടോ. കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കണമായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യാണ്ട് നേരെ നമ്മൾ അടുത്ത ക്രീം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്രീമിൽ കളറൊക്കെ മിക്സ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി. പക്ഷെ എന്നാലും ഇത് ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണല്ലോ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബേക്കറിന്റെ കഴിവ് എന്ന് പറയുന്നത്. കുറച്ച് പണിപ്പെട്ടാലും ഞാനത് സെറ്റാക്കി എടുത്തു. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് കേട്ടോ. ഈ സ്റ്റാക്ക് ചെയ്യുന്നത് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചിലർക്കൊക്കെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെ ആയിരിക്കും കേട്ടോ. തുടക്കത്തിൽ എനിക്കും ഭയങ്കര ടഫായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ കുറച്ച് ട്യൂട്ടർ കേക്കുകൾ അടുപ്പിച്ച് ചെയ്തപ്പോഴേക്കും ഞാൻ ഇതിൽ സെറ്റ് ആയിട്ടാണ്. പിന്നെ നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ ആണ്. അത് നമ്മുടെ കസ്റ്റമർ തന്നിട്ടുള്ള അതേപോലെ ഉണ്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് കസ്റ്റമൈസ് ഡെക്കറേഷൻ ആണ്. എന്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം കേൾക്കുമ്പോഴാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. പറഞ്ഞ പോലെ തന്നെ ചെയ്തു, നല്ല രസമുണ്ട്.